ഇവിടെ ഇറാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, ഇവിടെ ഗ്യാസ് ഒന്നും കിട്ടാനില്ല. ഇവിടെ ഗ്യാസ് ഉണ്ട്. ഗ്യാസ് ചേച്ചി ഗ്യാസ് കിട്ടുന്നുണ്ടാ? ഉണ്ടാ? അടുക്കളയിൽ പോകുന്നുണ്ടാ? കിട്ടുന്നുണ്ടാ? ഇല്ല. ഗ്യാസ് ഇല്ല. ആ സുരേഷ് ഗോപി വരുമ്പോ ചോദിക്കണ വെള്ളമുഖത്ത് താൻ പെട്രോളിയം സഹമന്ത്രിയാന്നും പറഞ്ഞ് നടക്കണല്ലോ നീണ്ടു വലിഞ്ഞ്. എവിടെയാണോ ഗ്യാസ് എന്ന് ചോദിക്കുകയോ? അത് മൂപ്പർ കൂടെ പോയി സെൽഫി എടുക്കുവോ? നമ്മൾ ക്ഷണിച്ചു വരുത്തിയ ദുരന്തമാണ്. ക്ഷണിച്ചു വരുത്തിയ ദുരന്തം. ഇറാൻ എന്ന് പറയുന്ന പരമാധികാര സ്വതന്ത്ര രാജ്യത്തിനെതിരെ ഏകപക്ഷീയമായി അമേരിക്കയും ഇസ്രയേലും കൂടി ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ഇന്ത്യയിലെ ശരാശരി പൗരന്റെ നികുതി പോലും വർദ്ധിച്ചു. ഇപ്പൊ പെട്രോളിന് എക്സൈസ് തീരുവ കുറച്ചു. എന്തിനാണെന്നറിയോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ 10 രൂപ 1 ലിറ്റർ പെട്രോളിന് അവർ കൂട്ടാൻ പോവുക. എനിക്ക് വിവരമുണ്ട്. രാജേഷനെ തുറിച്ചു നോക്കുക. ഇവിടെ രാജേഷ് എഴുതി വെച്ചോളൂ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വരുമ്പോൾ സാഹിബെ ഒരു കസേര കൊടുത്തു മൂപ്പർക്ക്. ബാ, മുമ്പിലുള്ള ആൾക്ക് ആ ബാല്യക്കാരല്ലോടു ആ പാവപ്പെട്ട ആ മനുഷ്യന് ഒരു കസേര കൊടുക്കില്ല. ഇവിടെ വന്നിരിക്കും. മൂപ്പർ പോയിക്കോട്ടെ. മൂപ്പർക്ക് പോകാനുള്ള സമയമായിരിക്കണം. അതെ, ഓക്കെ. ഒരു രാജ്യത്തിനെ ഏകപക്ഷീയമായി ആക്രമിച്ചപ്പോൾ ചേരിചേര പ്രസ്ഥാനത്തിന് നെടുനായകത്വം ഉണ്ടായിരുന്ന ഇന്ത്യ എന്നുള്ള രാജ്യത്ത് നിന്ന് കമാന്നൊരു വാക്ക് നിങ്ങൾ കേട്ടു. നിശബ്ദത, പരിപൂർണ നിശബ്ദത. 2003 ഇറാഖിനെ ആക്രമിച്ചപ്പോൾ അന്ന് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി. AB വാജ്പേയി ആയിരുന്നു BJPയുടെ. പക്ഷെ എങ്കിൽ പോലും പാർലമെന്റിന്റെ 2 സഭകളും അമേരിക്കയുടെ ആ കാടത്തൻ നയത്തെ അപലപിച്ചുകൊണ്ട് പ്രമേയം പാസാക്കി. ഞങ്ങൾ പറഞ്ഞു, ഈ ഏകപക്ഷീയമായ യുദ്ധം ലോകത്തിന് മേൽ ദുരിതങ്ങൾ പെയ്തിറങ്ങാനാണ് വഴിവെക്കുന്നത്. 1 കോടി ഇന്ത്യക്കാർ ഗൾഫിലുണ്ട്. 40 ലക്ഷത്തോളം മലയാളികളാണ്. അവരുടെ ജീവിതം പോലും ഇരുളിലാക്കുന്ന ഈ അധാർമിക നിയമവിരുദ്ധ യുദ്ധത്തിനെതിരെ ഇന്ത്യ ശബ്ദിക്കണമെന്ന്. അപ്പൊ നമ്മുടെ ശശി തരൂർ എന്താ പറഞ്ഞറിയോ? ഒന്നും മിണ്ടണ്ട, ഞങ്ങൾ ഇന്ത്യ സർക്കാരിന്റെ കൂടെയാണ്. ആര്? ശശി തരൂർ. എന്നിട്ട് ഇവിടെ വന്നിട്ട്, കേരളത്തിൽ വന്നിട്ട് ഇടതുപക്ഷത്തിന് സാരോപസലുകൾ. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഇടതും വലതും ഇരിക്കുന്ന എത്രയോ പ്രവർത്തക സമിതി അംഗങ്ങൾ BJPയുമായിട്ട് നീക്കുപോക്ക് നടത്തുന്നവരാണ്. അപ്പോൾ പത്രക്കാർ ചോദിക്കും KC വേണുഗോപാലിനോട്, അല്ലടോ KC വേണുഗോപാലെ, നിങ്ങളുടെ ഔദ്യോഗിക നയത്തിനെതിരെ ഇതുപോലെ പ്രസ്താവന ഇറക്കുന്ന ശശി തരൂര്, മനീഷ് തിവാരി, ദിഗ്വിജയ് സിംഗ് ഇതുപോലുള്ള നേതാക്കൾക്കെതിരെ നിങ്ങളെന്താണ് നടപടിയെടുക്കാത്തത്? ഉടനെ മൂപ്പറുടെ മറ്റേ ടേപ്പ് റെക്കോർഡിലുള്ള പോലത്തെ ഒരു വാക്കുണ്ട്, ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ്. ഇത് ഓലക്കേടെ മൂട്. ഇടതുപക്ഷവുമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി സഹകരിച്ചു കഴിഞ്ഞാൽ അയാൾക്കെതിരെ പുലഭ്യം പറയുന്ന നടപടി എടുക്കുന്ന ഈ കോൺഗ്രസ്സുകാര് BJPയുമായിട്ട് നീക്കുപോക്കുണ്ടാക്കുമ്പോൾ അത് ജനാധിപത്യമാണെന്നാ പറയുന്നത്. ജനാധിപത്യം. നോക്ക്, ഈ തട്ടിപ്പാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ ഡീൽ എന്ന് പറയുന്നത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, കഴിഞ്ഞ 10 വർഷക്കാലം കേരളം നേടിയെടുത്ത ഈ സുപ്രധാന പടവുകളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കാതെ പോകുക. ഇവിടെ K. സുരേന്ദ്രൻ എന്നല്ലേ പണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്? എന്താ ഇട്ടത്? പിണറായി, നിങ്ങൾ 2 ഏതെങ്കിലും ഒന്ന് ചെയ്താൽ ഞാൻ സമ്മതിക്കാം, നിങ്ങൾ ഒരു വലിയൊരു നേതാവാണ്. എന്നിട്ട് രാജേഷ് എന്തായിരുന്നു 2-1? ഒന്നെങ്കിൽ ദേശീയപാത, അതല്ലെങ്കിൽ ഗെയ് പൈപ്പ് ലൈൻ. ഈ 2-ൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളുടെ കാലിൽ ആയുധം വെച്ച് കീഴടങ്ങാം. ആരാ പറഞ്ഞത്? BJPയുടെ അധ്യക്ഷ സുരേന്ദ്രൻ. കമാന്ന് മിണ്ടുന്നില്ല. ഇപ്പം പിണറായി ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ഈ 2 നടപ്പിലാക്കി
രണ്ടല്ല, അസാധ്യമെന്ന് പറയുന്ന എല്ലാം നടപ്പിലാക്കി. ഡൽഹിയിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതുപോലെ കഴിഞ്ഞ 10 വർഷക്കാലം അടിസ്ഥാന മേഖലയിൽ മാത്രം 3.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം വന്നു. റോഡായിട്ടും എന്തുപറ്റി? സ്പീക്കർ ഓഫായ വണ്ടിയാ? പിള്ളേരൊക്കെ ഡാൻസ് കളിച്ചിട്ടാ വണ്ടി കൂടെ പോകുന്നത്. സന്തോഷമാണ് പിള്ളേർക്കും, ഏത് വണ്ടിയിലുള്ള പിള്ളേർക്ക് പോലും സന്തോഷമാണ്. 3.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം. സാധാരണഗതിയിൽ അടിസ്ഥാന മേഖലയിൽ 1 രൂപ നിക്ഷേപിച്ചാൽ അതിന്റെ സ്വാധീന സമൂഹത്തിൽ 6 രൂപയായിരിക്കും, 6 ഇരട്ടിയാണ്. കേവലം സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല, ഇപ്പൊ പിണറായി സർക്കാരിന്റെ പ്രകടമായിട്ടുള്ള മേന്മകളെ കുറിച്ച് പറയുമ്പോൾ ദേശീയ മാധ്യമങ്ങൾ പോലും പറഞ്ഞൊരു കാര്യമുണ്ട്. 3 മേഖലയിൽ 3 നെടുന്തൂണുകൾ. ഒന്ന്, ക്ഷേമ പ്രവർത്തനങ്ങൾ, മുടങ്ങിക്കിടന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിച്ചു. ഇപ്പം എന്തോ പറയുന്നുണ്ട്, എന്താണ് സ്ത്രീകൾക്ക് എത്ര കൊടുക്കുന്ന പറയണേ, എത്ര കൊടുക്കണ പറയണേ ഇവിടെ രാഹുൽ ഗാന്ധി? മണ്ണാങ്കട്ട എത്ര കൊടുക്കാൻ പോണെന്നറിയാ? പലയിടത്തും നിർത്തി, പരിപാടി നിർത്തി. 10 വർഷം മുമ്പ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് സെക്രട്ടേറിയറ്റ് അടച്ചിടും എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്. ആരാ? AK ആന്റണി. 10 വർഷം മുമ്പ് എന്തിനാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്? ഈ സെക്രട്ടേറിയറ്റ് അടച്ചിട്ടാൽ എന്താണ് സംഭവിക്കാൻ പോവുക? ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ മൂപ്പരുടെ ആൾക്കാരുണ്ട്. പറഞ്ഞതെല്ലാം വാക്ക്. പിണറായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, പറയുന്നത് ചെയ്യും, പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നത് പറയും, ചെയ്യുന്നതേ പറയും. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് കേരളം അടിമുടി മാറി. സാമ്പത്തികമായി